Good morning, sir. Yes, Sanila, good morning. Kirtana, good morning. Okay, let us start. Good morning, Ajay Venugopal. Okay, let us start. Okay, Sanjay. Good morning. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ചും അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പാസീവ് വോയിസിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ടെൻസും പാസീവ് വോയിസും കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു. ഓക്കെ, ഷാൻഡി വിൽസൺ, ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഞാനപ്പോ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് പറയുകയാണ്. 12 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ 7 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ 12 ടെൻസുകൾ മാത്രമേ ഇംഗ്ലീഷിൽ വാചകങ്ങൾ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എവിടെയെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ അത് ആ ടെൻസിന്റെ പാസീവ് വോയിസിന്റെ ഫോമിൽ എഴുതിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളതാണ് എന്നും സൂചിപ്പിച്ചു. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 12 ആയിട്ട് നമുക്കിത് വിഭജിക്കാം ടെൻസ്. അപ്പൊ നമ്മൾ എടുക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ ആ 12 ടെൻസിന്റെയും അർത്ഥം പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. സൗമ്യ മോർണിംഗ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ഇതിന്റെ അർത്ഥത്തിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ നമ്മൾ പറഞ്ഞത് 7 ടെൻസുകളുടെ പാസീവ് വോയിസിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. 7 ടെൻസ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആറ് വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഒബ്ജക്റ്റ് എഴുതി വാസ് അല്ലെങ്കിൽ വേറെ എഴുതി പിന്നെ വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി വിൽ അല്ലെങ്കിൽ ഷാല് ബി വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ബി പ്ലസ് വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് ബി പിന്നെ വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി ആസ് അല്ലെങ്കിൽ ഹാവ് ബി പിന്നെ വരപ്പിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എഴുതി ഹാഡ് എഴുതി പിന്നെ ബി എഴുതി വരപ്പിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഇത്രയുമാണ് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി അടുത്തത് സരീല വി എസ്. സരീല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സരീല, ഞാൻ ഒന്ന് മലയാളം വാചകങ്ങൾ പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാചകങ്ങൾ പറയുന്നത്. അപ്പോ സരീല ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്, എല്ലാവരും കൂടി ഇരിച്ചുകൂടി. പക്ഷെ പരിപാടി പുറത്തുണ്ടായിരുന്നു, സംഗതി പുറത്തോട്ടായിരിക്കാനാണ് വിചാരിച്ചു. അപ്പൊ സരീല അവരോട് ചോദിക്കുകയാണ്, ഇനി എന്ത്, വീണ്ടും എന്ത്?
വീണ്ടും എന്ത് എന്ന് ചോദിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അത്രയും കാര്യങ്ങളൊന്നും വേണ്ട. വീണ്ടും എന്ത്. again next എന്നാണ്. again next ആണോ? again next അല്ലേ? again next സരിക പറഞ്ഞു. വേറെ ആർക്കെങ്കിലും വേറെ നല്ലത് എനിക്ക് പറയാട്ടോ? ഒന്നുകൂടെ പറയോ പറഞ്ഞത് സാർ? ഓക്കെ ഓക്കെ. വീണ്ടും എന്ത്. വീണ്ടും എന്ത്. what next ആണോ? what next. അടുത്തേക്ക് പോവുക. യെസ്. അടുത്തത് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ്. അടുത്തത് എന്ത് ഇടാം. വാട്ട് നെക്സ്റ്റ്. വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇടൂലേ? വാട്ട് ഈസ് നെക്സ്റ്റ് വെച്ചൂടെ? വാട്ട് ഈസ് നെക്സ്റ്റ്. അപ്പൊ ഒരു 3 വേർഡായി. 3 വേർഡായി. അപ്പൊ ചുരുക്കിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ സൗമ്യ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ ഇത് പറയും, താങ്ക്സ് എന്ന് പറയും. അപ്പൊ സൗമ്യക്ക് മനസ്സിലായി സാർ എന്നോടാണ് താങ്ക്സ് പറഞ്ഞത്. ശരിക്കും അത് പറയേണ്ടത് എങ്ങനെയാണ്? ഐ ഗീവ് യു താങ്ക്സ്. മനസ്സിലായി? ഇത്രയും പറയുമ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. സൗമ്യയുടെ ഐ ഗീവ് യു താങ്ക്സ്. പക്ഷെ ഐ ഇല്ല, ഗിവ് ഇല്ല, യു ഇല്ല. ഇവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? താങ്ക്സ്. ദാറ്റ് മീൻസ് ഐ ഗീവ് യു താങ്ക്സ്. ഇത്രയും വാക്കുകൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഏറ്റവും കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ വാട്ട് അഗെയിൻ, വാട്ട് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ. യെസ്. അപ്പോ സലീല വീണ്ടും എല്ലാവരും താഴെ കൂടിയിരിക്കുകയാണ്. അപ്പൊ അവരോട് സലീല പറയണം മുകളിലേക്ക് പോകുന്നു. യെസ്. ഇവിടെ എല്ലാ പരിപാടി മുകളിലാണ്. അപ്പൊ മുകളിലേക്ക് പോകുക. go to upstairs. go to upstairs. go to upstairs എന്ന് സലീല പറഞ്ഞു. ഇനി വേറെ ആരെങ്കിലും? സൗമ്യ പറയുന്നു go upstairs. കീർത്തന പറയുന്നു go upstairs. ഓക്കെ സലീല. ആ 2 ഇല്ലെങ്കിലും കുഴപ്പമില്ല. go upstairs അതാണ് കുറച്ചുകൂടി റെഡ്യൂസ് ചെയ്ത് കറക്റ്റ് ആയ 4. go upstairs. ബാക്കിയൊക്കെ ഉണ്ട്. go upstairs. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അങ്ങനെ എല്ലാവരും മുകളിലേക്ക് പോയി. അപ്പൊ സലീല അവിടെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും പല സ്ഥലത്തേക്ക് നോക്കുകയാണ്. അപ്പൊ അവരോട് സലീല പറയണം ഇവിടെ നോക്കൂ. ഇവിടെ നോക്കൂ. look at here. ലുക്ക് അതിന്റെ ഹിയറിന്റെ മുമ്പ് വേണം ചേർക്കുന്നത്. എന്താ സാർ? ഹിയറിന് മുമ്പ് വേണം ചേർക്കുന്നത്. look at here. look at here. look at here. ഓക്കെ 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 ഓക്കെ. അപ്പൊ സൗമ്യ പറയുന്നു ലുക്ക് ഹിയർ. സാനിയ പറയുന്നു ലുക്ക് അറ്റ് ഹിയർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അറ്റില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ലുക്ക് ഹിയർ. ഇങ്ങോട്ട് നോക്കുക. ലുക്ക് ഹിയർ. യെസ്. ലുക്ക് ഹിയർ. അറ്റ് വേണ്ട. ലുക്ക് ഹിയർ. തെറ്റ ലുക്ക് ഹിയർ. അപ്പൊ അങ്ങനെ സനീല അവരോട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചപ്പോ സനീല അവരോട് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. അതാണ് നിങ്ങൾ അവരോട് പ്രസംഗിച്ചത്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. യെസ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, അത് ഫ്രണ്ട്സ് എന്ന് പറയാം, നല്ല രീതിയിൽ പെരുമാറുക. be polite to your friends. be polite to your friends. ഓക്കെ 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 ഓക്കെ. അത് സരിനെ പറഞ്ഞു. അവിടെ നിൽക്കട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? കീപ് മാരേജ്. സൗമ്യ പറയുന്നു കീപ് മാരേജ് to your friends. Okay. Yes. Be good at your friends. Okay. Be good at your friends. അതായത് ചോദ്യം ഇതായിരുന്നു സഫീറ, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളൂ. യെസ്. യെസ്. ഓക്കെ. നേരത്തെ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്.
ഓക്കെ ഓക്കെ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയാം. ആ പൊളൈറ്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് സനീല പറഞ്ഞപ്പോൾ ഉപയോഗിച്ച ആ പൊളൈറ്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് അല്ലെങ്കിൽ സാൻജോ ഉപയോഗിച്ച ഗുഡ് എന്ന് പറയുന്ന ഓക്കെ സൗമ്യ വാക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ബി നൈസ് ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. Okay, okay, okay. Okay, so Sanila, very good, very good, very good. Yes. Okay, very good, very good. Apo, just now. Be good to yourself, to your friends. Be good to your friends. Reduce here. Yes, we are in a yes. അപ്പോൾ ഞാൻ അടുത്തൊരാളെ വിളിക്കുകയാണ്. ആരെ വിളിക്കുന്നു? യെസ്, ജിനി ജോഡി. ജിനി ജോഡി. ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. Okay, 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 okay. Very good, very good, very good. Behave well. Okay, 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 okay. Yes, okay. ഇനി അടുത്ത് പറയാം. അപ്പോൾ സാൻജോ വിൽസ് ഉപയോഗിക്കാം. സാൻജോ വിൽസ്. സാർ പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ സാൻജോ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാൻജോ നോക്കിക്കഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന കുട്ടിയുടെ മൂക്കിന്റെ മുകളിൽ എന്തോ ഇരിക്കുന്നത്. അപ്പോ ഒന്ന് ഇംഗ്ലീഷിൽ സാൻജോ പറയുന്നു, നിങ്ങളുടെ മൂക്ക് തുടക്കുക. അവിടെ ഇംഗ്ലീഷിൽ പറയും. യെസ്, എങ്ങനെ പറയും? കൈൻഡ്ലി വൈപ്പ് യുവർ നോസ്. ഒന്നുകൂടി പറഞ്ഞേ. കൈൻഡ്ലി വൈപ്പ് യുവർ നോസ് അങ്ങനെ പറയാമോ? ഓക്കെ ഓക്കെ ഓക്കെ. വൈൻഡ് കേട്ടോ, വൈപ്പ് തുടക്കുക. വൈപ്പ് അങ്ങനെ പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഏറ്റവും കുറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് വൈപ്പ് യുവർ നോസ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വൈപ്പ് യുവർ നോസ്. ഇനി അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ സാരിയ വൈപ്പ് യുവർ നോസ്. നിങ്ങളുടെ മുഖം തുടക്കുക എന്നാണെങ്കിൽ നമുക്കിത് പറയാം. ആ നോസ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നോക്കിയാൽ മതി, ഫേസ് നോക്കിയാൽ മതി. വൈപ്പ് യുവർ ഫേസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ സാൻജോ നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കുട്ടി കരയുകയാണ്. ആ കുട്ടിയോട് പറയണം കരയരുത്. Don't cry. Don't cry. Don't cry. Okay, 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 okay. Very good, very good, very good. Yes. Okay, okay, okay. അങ്ങനെ സാൻജോ ആ പരിപാടിയെ കഴിഞ്ഞ് സാൻജോന്റെ ചെറിയ കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് സാൻജോയിന് വളരെ പരിചയമുള്ള വേറൊരു സ്ത്രീയെ കണ്ടു. അപ്പൊ ആ സ്ത്രീയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് വേറെ പിരിയാൻ നേരത്ത് സാൻജോയുടെ കൂടെയുള്ള കുട്ടിയോട് പറയണം, ആന്റിയോട് ഹായ് പറയും. ആന്റിയോട് ഹായ് പറയും. യെസ് കീർത്തന. ഓക്കെ സൗമ്യ. സാൻജോ ആന്റിയോട് ഹായ് പറയും. ആന്റിയോട് ബായ് എന്നാണോ ഹായ് എന്നാണോ? ഹായ് തന്നെ. ആന്റിയോട് പറഞ്ഞോ, നോ പ്രോബ്ലം. അത് ആന്റി ഹായ് എന്ന് പറയും. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷിൽ പറ. ഇംഗ്ലീഷ് മീഡിയം വെച്ചാണ് സാൻജോട് കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ പറയണം. ആന്റിയോട് ഹായ് പറയും. ആന്റിയോട് ഹായ് ഒരു വേണ്ട, ആന്റിയോട് ഹായ് പറയും. ഹായ് പറയുന്നത് സേ ഹായ് ടു ആന്റി. ഔട്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. ഇനി അങ്ങനെ സാൻജോ നടന്നു വരുന്ന വഴിക്ക് ഒരാള് ജോലി ചെയ്യുന്ന കാണുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും സാൻജോ ഇത് കണ്ടതാണ്, തിരിച്ചു വരുമ്പോഴും കാണുകയാണ്. പക്ഷെ ജോലി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത്രക്ക് അമിതമായ ജോലിയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സാവകാശം ജോലി ചെയ്യുന്ന അയാളോട് സാൻജോ പറയുന്നു, മടിയനാകരുത്. യെസ്, മടിയനാകരുത്. Don't be lazy. Very good. Don't be lazy. Don't be lazy. LASY doing. Very good, very good.
ഓക്കെ സാറ്റോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി അടുത്തത് ലേഖ. ലേഖ എന്നാലും നമുക്ക് ഓക്കെ ലേഖ, ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഭാഷയാണ്. അപ്പോ വീട്ടില് കുറച്ച് പണിക്കാരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് ലേഖ പറയുന്നു, വേഗം ചെയ്യുക, വേഗം ചെയ്യുക. യെസ്, എങ്ങനെ ഇംഗ്ലീഷ് പറയും? അറിയാം. ഓക്കെ, ബി ഹറി, അറിയാം. പിന്നെ ബി ഫാസ്റ്റ്. ഓക്കെ, വേഗത്തിൽ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയിപ്പോ നിങ്ങൾ ആരും പറയാതിരുന്ന ഒരു വാചകം ഞാൻ വേറെ പറഞ്ഞാണ്, ഡു ഇറ്റ് ക്വിക്ക്ലി. ഓക്കെ, ബി ഫാസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. യെസ്. ഇനി ലേഖയുടെ ചെറിയ കുട്ടി ഉറങ്ങുകയാണ്. അപ്പോ അതിനേക്കാൾ മൂത്ത കുട്ടിയോട് പറയുകയാണ്, ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്. Don't loud noise. Don't loud noise. Okay. അവിടെ എത്ര എഴുതിയിട്ടുണ്ട്? Don't noise. Don't make noise. Okay 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 okay. Don't make noise. Okay okay. Don't make noise. കേട്ടോ, അതാണ് കുറച്ചുകൂടി. Don't make noise. Okay. അപ്പോ ആ മൂത്ത കുട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോ അവനോട് ചോദിക്കുകയാണ്, സനില ചോദിക്കുകയാണ്, കീപ് ക്വൈറ്റ്. ഓക്കെ, കീപ് ക്വൈറ്റ്. ക്ലാസ്സുകളിൽ അതാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്. പ്ലീസ് കീപ് ക്വൈറ്റ്. യെസ് യെസ്. ഇനി അപ്പൊ മൂത്ത മകൻ ചിടുങ്ങി കഴിഞ്ഞപ്പോ അവരോട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? You are hungry. You are hungry. അതൊന്ന് മാറ്റിയുണ്ടോ? ഓക്കെ സാരിയ, കറക്റ്റ്. ഒന്നും മാറ്റി വേണ്ട. ആ 6 ചോദ്യമല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോ അതിനകത്ത് സരില്ല, വേറൊരു പ്രശ്നമുണ്ട്. Do you hungry? ഡു യു ഹംഗ്രി എന്ന് പറയുമ്പോൾ ഇത് വിശക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അതല്ല, ഇപ്പൊ വിശക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആർ യു ഹംഗ്രിയാണ്. ഡു എന്ന് പറയുമ്പോൾ അപ്പൊ ഹാബിറ്റിൽ അക്ഷരമായിട്ട് മാറുന്നത്. യെസ്, അത് നമുക്ക് വേണമെങ്കിൽ വേറെ ചോദിക്കാം. ഡു യു കം? ഓക്കെ സാറ്റോ, ഡു യു കം ടു ടെമ്പിൾ? നീ അമ്പലത്തിലേക്ക് വരാറുണ്ടോ? യെസ്, അത് ഒരു 10 സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചോദിക്കാം, ആർ യു ഹംഗ്രി? യെസ്. അപ്പൊ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ഓക്കെ സഞ്ജു. ഓക്കെ സാനിയ, നിനക്ക് ദാഹിക്കുന്നുണ്ട്? ഓക്കെ, ആ ദാഹിക്കുക എന്നുള്ളൊരു വേർഡ് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണ്. ടേസ്റ്റി. THIRSTY. നിനക്ക് ദാഹിക്കുന്നു, വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആർ യു ടേസ്റ്റി? ഓക്കെ സഫീറ, ക്വസ്റ്റ്യൻ മാർക്ക് കൂടിയിട. ആർ യു ടേസ്റ്റി? യെസ്. ഓക്കെ. അപ്പൊ അവനെ ഇത് ചിരിയും കഴിഞ്ഞപ്പോ അവന് ഒന്ന് എന്താ പറയാ, മെന്റലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ലേഖ അവനോട് പറയാണ്, നീ കണ്ണടച്ച് 5 വരെ ഉണ്ട്. കണ്ണടച്ച് 5 വരെ ഉണ്ട്. Close your eyes. Close your eyes. Count numbers. Count number. Yes, ഇത് വേറെ ആർക്കെങ്കിലും? Close your eyes and count number. അപ്പൊ അതിനകത്ത് 5 വരെ തോന്നില്ല, എണ്ണുകാന്ന് തോന്നും. You have to close your eyes and count at 5. അത് ഒന്നുകൂടെ ശരിയാക്കാണ് സാനിയ. ഓക്കെ, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്കുകയുണ്ട്. അപ് ടു വരെ ഏതർത്ഥം വരുന്നത്? അപ്പൊ സനില അതിനകത്ത് എന്താ പറയാ? ക്ലോസ് യുവർ ഐസ് ആൻഡ് കൗണ്ട് 5. 5 എന്ന് പറയാറുണ്ട്.
5 എന്നല്ല പറയേണ്ടത്, 5 വരെ എഴുതണം. 5 വരെ. അപ്പൊ 1 ഒഴിഞ്ഞ് വരണം. ഓക്കെ, കൗണ്ട് ടു 5. ഓക്കെ ഓക്കെ ഓക്കെ. ടില്ല് വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ടില്ല് വെച്ച് പറഞ്ഞാൽ മതി. അപ്പൊ അതിന് കറക്റ്റ്. യെസ്, എന്ന് പറഞ്ഞോളൂ രേഖ. Close your eyes and count to 5. കൗണ്ട് To 5. till 5. 5 വരെ എന്നല്ലേ? വരെ. Till 5. Till 5. Okay, okay, Reka. Very good, very good, very good. So close your eyes and count till 5. 5. Okay, okay. Very good, very good, very good. Okay, 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 okay. വളരെ ശേഖരമായിട്ട് നിന്നത് പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ വേറെ ഒരു, അപ്പൊ അവിടെ നിൽക്കട്ടെ, ഇനി അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി നമ്മൾ വേറെ ഒരു സംഗതിയെ കുറിച്ച് പഠിക്കാൻ പോയത്. ക്ലോസ് യുവർ ഐസ് ആൻഡ് കൗണ്ട് ടിൽ 5. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോ മറന്നുപോയിട്ടുണ്ടാവാം. എങ്കിലും ഞാൻ ചോദിക്കുക, രശ്മി 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 ഇല്ല, മുസീന, യെസ്, രശ്മിയിലെ മുസീന ഇല്ല. യെസ്, നജ്മ നവാസ്, യെസ്. നിങ്ങൾക്ക് ഞാൻ മടിച്ചു നിൽക്കില്ല കേട്ടാ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയ കാര്യങ്ങളല്ലേ. ആര്യ വേണുഗോപാൽ, ആര്യ. ഓക്കെ ഓക്കെ ഓക്കെ. ആര്യ, ഞാനൊരു വാചകം പറയണം, മലയാളത്തിലുള്ള ഒരു വാചകം. ഇത് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ നമുക്ക് പറയേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെയുള്ള സംഗതിയാണ് പറയുന്നത്. അപ്പൊ വേണ്ടത് ഇതാണ്, ഞാൻ പറയുന്ന വാചകത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. സാറ് നിർബന്ധിക്കുകയാണെങ്കിൽ, അപ്പൊ സാറിനുള്ളത് നമുക്ക് തൽക്കാലം മാറ്റാം. അവിടെ നിങ്ങളൊക്കെ, കാരണം പറയാൻ എളുപ്പം അതാണ്. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. അതിപ്പോ വീട്ടിലെ ഭർത്താവിനോടോ അച്ഛനോടോ അത് പറയുന്നു. വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും, ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ പോകും, പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കും. ആണ് അങ്ങനെ പറയാം. ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ശല്യം ചെയ്യില്ല. അത് പറയുന്നത് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. അനുസരിക്കാന്നുള്ളതിന് ഒപ്പേ നിങ്ങൾ എന്നുള്ളതിനെ അറിയാം, നിർബന്ധിക്കാന്നുള്ളതിന് രണ്ടുപേരെ. ഒന്നുകിൽ ഫോഴ്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കാം കമ്പൽ എന്ന് ഉപയോഗിക്കാം. ശരിയായിട്ടില്ല സാൻഡോ, ചെറിയൊരു മിസ്റ്റേക്ക് എന്നെ കടപ്പെട്ട്. ഓക്കെ ഓക്കെ. സാൻഡോന്റെ അടിയിൽ എഴുതിയേക്കുന്നതാണ്. യെസ്, ഓക്കെ. ഇതിലേക്ക് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ജസ്റ്റിയുടെ കുഴപ്പമില്ല. കീർത്തന ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ. ശനിക്കും കറക്റ്റ് ആണ്. യെസ്, ആര്യ പറഞ്ഞു നോക്കൂ, തെറ്റിക്കോട്ടെ. ആര്യ, എനിക്ക് നോക്കിയാണ്. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നിർബന്ധിച്ചോട് ഞാൻ അനുസരിച്ചു. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഞാൻ വേറെ അച്ഛനും പറയണ്ട. അപ്പൊ സാനിയ പറയുന്നു. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല സാനിയ. ഓക്കെ. സാൻജോ ഒരു എസ് കൂടിയിട്ടുണ്ട് അതിനകത്ത്. സാൻജോ ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. ഇതാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അമീന, സിദ്ദീഖ്, ഓക്കെ. നമുക്ക് ഇംഗ്ലീഷില്, അപ്പൊ ഇതിലേക്ക് നമ്മൾ വരികയാണ്. ഇതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്
ഒരു സെന്റൻസ് നമ്മൾ പറയുമ്പോൾ അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഭാഗങ്ങൾ ഉണ്ടാവും. ഒരു ഉദാഹരണമായിട്ട് പറയാം. യെസ്, ഓക്കെ, സൗമ്യ വെരി ഗുഡ്, ഞാൻ അങ്ങനെ വരികയായിരുന്നു. യെസ്, അതായത് നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കാം. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ എന്നുള്ളത് ഒരു ഭാഗവും, ഞാൻ അനുസരിക്കും എന്നുള്ളത് രണ്ടാമത്തെ ഭാഗവും. അപ്പൊ രണ്ട് ഭാഗങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ എന്നുള്ളത് ഒരു ക്ലോസും, ഞാൻ അനുസരിക്കും എന്നുള്ളത് വേറൊരു ക്ലോസും. രണ്ട് ക്ലോസുകളാണ്, രണ്ട് ക്ലോസുകൾ. അപ്പൊ ഈ ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസുകളുണ്ട്. ഇനി ചില സെന്റൻസിൽ രണ്ടല്ല, ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. എ സെന്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ക്ലോസ് ഓർ മോർ ദാൻ വൺ ക്ലോസ്. ചിലപ്പോൾ അതിനകത്ത് ഒരു ക്ലോസ് ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിനകത്ത് രണ്ട് ക്ലോസ് ഉണ്ടാവും. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. When I went there, she was sleeping. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നുള്ളത് ഒരു ക്ലോസും, she was sleeping, അവൾ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് വേറൊരു ക്ലോസും. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. യെസ്, അപ്പൊ രണ്ട് ക്ലോസ് ആയിട്ട് പറഞ്ഞില്ല. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറയുമ്പോ സൗമ്യ എന്റെ അർത്ഥം മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. when I went there എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുന്നു ദർശന. when I went there എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ? യെസ്, അമീന സിദ്ദിഖ്. അമീന, നോ. ഓക്കെ, സൗമ്യ പറഞ്ഞ കറക്റ്റ് ആണ്. നോ, അതിന്റെ മീനിങ് എന്ത് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആവുന്നില്ല. when I went there എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോ when I went there she was sleeping എന്നുള്ളതില് she was sleeping എന്നുള്ളത് പറയാതെ when I went there എന്ന് മാത്രം പറയുമ്പോൾ അതിന് മീനിങ് കംപ്ലീറ്റ് ആകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ മീനിങ് കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ്. അതുമല്ല എങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ക്ലോസുകൾ ഉണ്ടാവാം. ആ ഒരു ക്ലോസിന് അർത്ഥം പൂർത്തിയാകുന്നില്ല, മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. സോ ദാറ്റ് ക്ലോസ് ഈസ് കോൾഡ് ഡിപ്പെൻഡിങ് ക്ലോസ് ഓർ സബോർഡിനേറ്റ് ക്ലോസ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി പറയുന്നു. when I went there she was sleeping, അവൾ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അപ്പൊ ആ when I went there എന്നുള്ളത് പറയുന്നില്ല എന്ന് വിചാരിക്കും, പറയുന്നില്ല. ബാക്കിയാണ് നമ്മൾ പറയുന്നത് she was sleeping. she was sleeping എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. she was sleeping എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ട്. അവൾ ഉറങ്ങുകയായിരുന്നു. യെസ്, ഓക്കെ ലേഖ, ഓക്കെ, യെസ്, ഞാൻ കറക്റ്റ് ആണ്. യെസ്, അപ്പൊ അർത്ഥം പൂർത്തിയാവുന്നുണ്ട് അല്ലേ? അപ്പൊ ആ രണ്ട് ക്ലോസില് she was sleeping എന്ന് പറയുമ്പോൾ ഓക്കെ, അവിടുത്തെ അമീന സിദ്ദിഖ് അർത്ഥം പൂർത്തിയാവുന്നത്. അതുകൊണ്ട് അർത്ഥം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ആ ക്ലോസിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിനെ തന്നെ പ്രിൻസിപ്പൽ ക്ലോസ് എന്നും പറയും. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്രോഡീകരിക്കാം. ഒരു സെന്റൻസിന് ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവാം. ആ ക്ലോസുകളില് അർത്ഥം പൂർത്തിയായി കഴിഞ്ഞാല് അതിനെ മെയിൻ ക്ലോസ് എന്നും, അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. അത്ര പിടിയില്ല, വെരി സിമ്പിൾ, അത്ര പിടിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെയിൻ ക്ലോസും നമ്മൾ ഉപയോഗിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസ് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തെറ്റരുത്. ലിങ്ക് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യം. അതാണ് ഞാൻ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്ര പേര് ശരിയാക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അനുസരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പൊ കുറച്ചുപേര് വെച്ചു, കുറച്ചുപേര്
മൂന്നാലഞ്ച് പേര് കറക്റ്റ് ആയിട്ട് ചെയ്തു, ബാക്കി കുറച്ച് പേർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി. അവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആ ലിങ്ക് ഇത് തമ്മിലുള്ള ലിങ്ക്, അതായത് മെയിൻ കോഴ്സ് സബോർഡിനേറ്റ് കോഴ്സ് തമ്മിലുള്ള ലിങ്ക് അറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ വാചകം പറയാം. ആ വാചകം നിങ്ങളൊന്ന് if you work 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 hard HARD hard, you will pass PASS pass. Okay, you will okay, Saria, you will pass the examination. Okay, if you work hard, you will pass the examination. Okay, very good. Appo ഇങ്ങനെ വാചകം നമ്മളോട് പറഞ്ഞു, if you work hard, you will pass. ഈ നമുക്ക് ഈ സബ്ജക്ട് നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കിയാൽ മതി. അതായത് ഇത് എപ്പോഴാണ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ 9ൽ നിന്ന് ജയിച്ച് 10ലേക്കായി, പുസ്തകത്തിലേക്ക് നോക്കി വന്നു 10ലേക്കായി. അപ്പൊ ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വരുമല്ലേ. പഠിക്കാനായിട്ട് അവൻ അത്ര പിടിക്കണമെന്നില്ല, പക്ഷെ പഠിക്കാൻ പാസ്സാവുമെന്ന് നിങ്ങൾക്കറിയാം. അവനോടാണ് നിങ്ങൾ പറയുന്നത്, ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിച്ചാൽ യു വിൽ പാസ്, നീ പാസ്സാകും. യെസ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നീ പാസ്സാകുമെന്ന് അവനോടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഈ സെന്റൻസിന് 2 ക്ലോസ് ഉണ്ട്. അപ്പോ രശ്മി പറയാം, എവിടം മുതൽ എവിടം വരെയാണ് ഒരു ക്ലോസ്, എവിടം മുതൽ എവിടം വരെയാണ് ഒരു ക്ലോസ് എന്ന് പറയാം. രശ്മി ഇല്ല, ആരെങ്കിലും പറഞ്ഞു? ഓക്കെ, വർക്ക് ഹാർഡ് വരെ വരണം. കീർത്തന പറഞ്ഞ കറക്റ്റ് ആണ്. ഇഫ് യു വർക്ക് ഹാർഡ്, അവിടെ ഒരു കോമെന്റ് ഉണ്ട്. അപ്പോ ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ യു വിൽ പാസ് എക്സാമിനേഷൻ, നീ പരീക്ഷ പാസ്സാകും. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, യു വിൽ പാസ് എക്സാമിനേഷൻ അടുത്തത്. ഓക്കെ അഭില, ശരിയാണ്. ഇനി ഞാൻ വിഷയത്തോട് വീണ്ടും വരാം. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ക്ലോസ് ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ്? ഇഫ് യു വർക്ക് സബോർഡ്, ജസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യം വന്നു എന്നുള്ളത് കൊണ്ട് മെയിൻ ക്ലോസ് ആവുന്നില്ല കേട്ടോ, എപ്പോഴും ശ്രദ്ധിച്ചോളാം. ഇഫ് യു വർക്ക് ഹാർഡ്, ഓക്കെ, നീ പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നിർത്താൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ് ആദ്യം വന്നിരിക്കുന്നത്? ആദ്യം വന്നിരിക്കുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. യെസ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഐ വിൽ പാസ് ദ എക്സാമിനേഷൻ, അല്ലെ, യു വിൽ പാസ് എക്സാമിനേഷൻ, നീ പരീക്ഷ പാസ്സാവും, യു വിൽ പാസ് എക്സാം, അത് മെയിൻ ക്ലോസ് ആണ്. അത് നമുക്ക് താൻ തിരിച്ചും പറയാല്ല, യു വിൽ പാസ് ദ എക്സാമിനേഷൻ ഇഫ് യു വർക്ക് ഹാർഡ് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, ഈ നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ ക്ലോസ്, അതായത് സബോർഡിനേറ്റ് ക്ലോസ്. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന അത്രയും നമ്മൾ പഠിച്ചിട്ടുള്ള 12 ടെൻസുകളിൽ ഏത് ടെൻസിൽ വരും ലേഖ? ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള 12 ടെൻസുകളിൽ ഏതിൽ വരും? സിമ്പിൾ പ്രസന്റ് മുതൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ പഠിച്ചിട്ടുള്ള ഏതിൽ വരും? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ള HARD ഹാർഡ് അല്ല, HAD അല്ല, സിമ്പിൾ പാസ്റ്റ്. അപ്പൊ സൗമ്യ പറയുന്നത് സിമ്പിൾ പ്രസന്റ്, കീർത്തന പറയുന്നത് സിമ്പിൾ പ്രസന്റ്, ലേഖ പറയുന്നത് സിമ്പിൾ പാസ്റ്റ്. ഇഫ് യു വർക്ക് ഹാർഡ് ആണ്, HAD ഹാർഡ് അല്ല, ഹാർഡ്, കഠിനമായി, HARD. ഓക്കെ, അപ്പൊ ലേഖ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലും വെർബ് കഴിഞ്ഞിട്ട് പാസ്റ്റ് ടെൻസ് വരണ്ടേ? WORK വർക്ക് എന്നല്ലേ ഉള്ളൂ, അത് പ്രസന്റ് ടെൻസ് അല്ലേ? അപ്പൊ നമുക്ക് പറയാം എന്താണ് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് പറയാം, തന്നിരിക്കുന്ന വാചകത്തിലെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. യെസ്, അതവിടെ നിൽക്കട്ടെ. ഇനി
you will pass the examination. You will pass the examination. Okay, Shabana. Sir. Okay, Safira. You will pass the examination എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻഷൻ വരും? നമ്മൾ പഠിച്ചിട്ടുള്ള സഫീറ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെ? ജസ്റ്റ് പറഞ്ഞു സഫീറ പറഞ്ഞു കറക്റ്റ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലായി? സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റൻസ് അല്ല. യു വിൽ പാസ്, യു സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലില് വില്ലിന്റെ പാസ് പ്രസന്റൻസ് അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇത് തന്നെയാണ് അതിന്റെ നിയമം. തന്നിരിക്കുന്ന വാചകത്തില് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. ടെൻസ് മാറിയ തെറ്റിപ്പോയി. ഇഫ് യു വർക്ക് ഹാർഡ് എന്നാണെങ്കിൽ യു വുഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ്. മനസ്സിലായില്ലേ? യു പാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇപ്പോഴത്തെ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. വില്ല് വന്നിരിക്കുന്നത്. വില്ല് എന്നുള്ളതിന് പകരം ക്യാൻ വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫുഡ് വരാൻ പാടില്ല. വിൽ എന്നുള്ളതിന് പകരം ഷാഡ് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഷുഡ് വരാൻ പാടില്ല. വിൽ എന്നുള്ളതിന് പകരം മേ വന്നാലും കുഴപ്പമില്ല, പക്ഷെ മൈറ്റ് വരാൻ പാടില്ല. കാരണം വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്, അത് വരരുത്. ഷാൽ എന്നുള്ളതിന്റെയാണ് ഷുഡ്, ക്യാൻ എന്നുള്ളതിന്റെയാണ് കുഡ്. ഇതൊന്നും വരാൻ പാടില്ല. അപ്പൊ അവിടെ എന്തൊക്കെ വരാം? വില്ല് വരാം, ക്യാൻ വരാം, മേ വരാം, ഷാല് വരാം. ഇത്രയും വാക്കുകൾ വരുന്ന വാക്യങ്ങൾ വരാമോ? അതല്ലാതെ വന്നു കഴിഞ്ഞാൽ തെറ്റ്. യെസ്. അപ്പോ നമുക്ക് വേറൊരു കാര്യം നമ്മള് മകനോട് പറയണം, നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പണം തരാം. ശരിയില്ല എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. മോനോട് പറയണം, മോൻ ചോദിച്ചിട്ടില്ല, നീ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് പണം തരാം. ഈ നിയമം മാറിപ്പോകരുത്. സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്തെ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഓക്കെ. If you ask me, I will give you money. കറക്റ്റ് If you ആണ്. ask, I will give you money. ആസ്ക് മീ, നീ എന്നോട് ചോദിച്ചാൽ ഐ വിൽ ഗിവ് യു ദ മണി, ഞാൻ നിനക്ക് എന്ത് തരും? പൈസ തരും. അത് അങ്ങനെ വരാമോ? ഒരു മാറ്റവും ഇല്ലാതെ വരാൻ പാടില്ല. ഇഫ് യു ആസ്ക് മീ ഐ വിൽ ഗിവ് യു ദ മണി. അതിനകത്ത് സഞ്ജു അതിനകത്ത് മിസ്റ്റേക്ക് ആസ്ക്ഡ് വായിക്കുക, തെറ്റ്. അപ്പൊ തെറ്റ് പറ്റി. അപ്പൊ വേറൊരു മോഡലാണ് വരും. ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയി. മനസ്സിലായ? അത് നമുക്ക് വേറെ അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. ഇഫ് യു ആസ്ക് മീ ഐ വിൽ ഗിവ് യു ദ മണി. ഇഫ് യു ആസ്ക് മീ ഐ വിൽ ഗിവ്. ഓക്കെ അത് വരും. ആസ്ക് നമുക്ക് വരും, നമുക്ക് പിന്നീട് ആക്കാം. യെസ്. എല്ലാവരും കൂടി ഒരുമിച്ച് പറയുന്നത് കൺഫ്യൂഷൻ ആകണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ പറയാം. ഇഫ് വെച്ച് വരുന്ന ഒരു കണ്ടീഷണൽ സെന്റൻസ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ക്ലോസുകൾ ഉണ്ടാവും. മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. മെയിൻ ക്ലോസ് അർത്ഥം പൂർത്തിയാവുന്നത്, സബോർഡിനേറ്റ് ക്ലോസ് അർത്ഥം പൂർത്തിയാവുന്നത്. അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ ബാലൻസ് ഉള്ള പറയേണ്ടത് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. അത് തെറ്റാൻ പാടില്ല. വില്ലോ ഷാലോ മേയോ ക്യാനോ വെച്ചിട്ടേ പറയാവൂ. നമുക്ക് പറയാം, നീ 2 മാസം പഠിക്കുകയാണെങ്കിൽ നിനക്ക് വയലിൻ വായിക്കാൻ കഴിയും. ഞാൻ സെന്റൻസ് പറയുന്നു, നീ 2 മാസം പഠിക്കുകയാണെങ്കിൽ നിനക്ക് വയലിൻ വായിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഫാരിസ് മോളും മുസീന എന്ന് പറഞ്ഞോളൂ, നീ 2 മാസം പഠിക്കുകയാണെങ്കിൽ നിനക്ക് വയലിൻ വായിക്കാൻ കഴിയും എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. യെസ്. നീ പഠിക്കുകയാണെങ്കിൽ എന്ന് പറയും ഇഫ് യു സ്റ്റഡി. എത്ര നാള്? 2 months അല്ല. ഇഫ് യു സ്റ്റഡി 2 months നിനക്ക് വയലിൻ വായിക്കാൻ കഴിയും. യു ക്യാൻ പ്ലേ വയലിൻ. യു കുഡ് പ്ലേ എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ക്യാൻ വരാം. യെസ്. നിനക്ക് വയലിൻ വായിക്കാൻ കഴിയും. ആ കഴിയും എന്നുള്ളൊരു ക്യാനാണ്. If you study 2 months, you can play violin. Okay, just sir. Okay. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് നോക്കി. അതില് ഇഫ് ക്ലോസ് വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വരേണ്ടത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇതാണ് നമ്മൾ
മനസ്സിലാക്കി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു വാചകത്തിന്റെ പകുതി പറയാം, നിങ്ങൾക്കത് പൂരിപ്പിക്കാം. ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം കേട്ടോ. ഞാൻ പകുതിയേ പറയുന്നുള്ളൂ. ബട്ട് ഇപ്പോ രാജ്യം പറയുന്നത് തന്നെ അവരൊന്നില്ല ചിന്തിക്കും, വേറെ രീതിയിൽ ചിന്തിക്കുക, ഇഷ്ടമുള്ള പോലെ ചിന്തിക്കുക. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും വരാം. ഓക്കെ, സെന്റൻസ് if it rains, R-A-I-N-S, if it rains, പിന്നെ കുറച്ച് കുത്ത് if it rains. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടു തരണം. ഇത്രയുണ്ട്, മഴ പെയ്യുകയാണെങ്കിൽ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും. മറക്കരുത്, ഇഫ് ഇവിടെ വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചറും അല്ല, അത് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം. മഴ പെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഫില്ല്. ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച്. ഇപ്പൊ സഫിയ പറയുന്നത് ഇഫ് ഇറ്റ് റെയിൻസ് ദ ക്ലാസ് വിൽ ബി ക്യാൻസൽഡ്. ഓക്കെ, കറക്റ്റ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വൈസുണ്ട് സഫിയ അത് പറഞ്ഞേക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, സരില്ല, ദ മാച്ച് വിൽ പോസ്റ്റ്പോൺ, കളി മാറ്റി വെക്കും. യെസ്, അല്ല വില്ലോ കറക്റ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തിച്ചോ, നിങ്ങളുടെ ഭാവന ഉള്ളതുകൊണ്ട്. ഇഫ് ഇറ്റ് റെയിൻസ് യു വിൽ കം ഔട്ട് സൈഡ്. ഓക്കെ, കീർത്തന, മഴ പെയ്യുകയാണെങ്കിൽ നീ പുറത്തേക്ക് വരും. അതിനെ നെഗറ്റീവ് ആക്കണം, നീ പുറത്തേക്ക് വരില്ല. യു വിൽ നോട്ട് കം ഔട്ട് സൈഡ് എന്ന് ശരിയാണ്. മഴ പെയ്യുകയാണെങ്കിൽ നീ പുറത്തേക്ക് വരില്ല, യു വിൽ നോട്ട് കം, അങ്ങനെ പറയാം. വില്ലിന്റെ അവിടെ ഉള്ളൂ. ഇഫ് ഇറ്റ് rains, I will play outside. Okay, മഴ പെയ്താൽ ഞാൻ പുറത്തുപോയി കളിക്കും. ഓക്കെ, ജസ്റ്റ് സംഗതി കറക്റ്റ്. If it rains, I will drink a cup of tea. Okay, Sanjo, very good. If it rains, I will enjoy the rain. Ragi, okay, Ragi, very good. Very good, very good, very good. Yes. If it rains, I will stay at home. Okay, Safira, very good sentence. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവും. I will stay at home. Very good, very good. If it rains, മഴ പെയ്യുകയാണെങ്കിൽ, അത്ര പേര് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുമ്പോൾ ഐ വിൽ ഒടികൊള്ളു പറയും. അത് ഇപ്പുറത്തുള്ളത് ഫിൽ ചെയ്താലും. യെസ്, ഓക്കെ, അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിലും വരാം. If it rains, I will take umbrella. Okay, Safira, very good. ഞാൻ അത് പ്രതീക്ഷിച്ച കാര്യം കേട്ടോ. If it rains, I will enjoy music. Okay, Kirtana, it's very good. Yes. If it rains, I will play somewhere. Very good, very good. Yes. Okay. അപ്പൊ ഞാൻ അടുത്തോടെ നിങ്ങളുടെ ഭാവന വളരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. വളരെ രസകരമായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവന ഇവിടെ ഒന്ന് പങ്കുവച്ചു കേട്ടോ. ഒരാളും പറഞ്ഞതല്ല വേറൊരാളും പറഞ്ഞത്, അങ്ങനെ ഇരിക്കപ്പെടും. എൻ്റയർലി ഡിഫറൻറ്റ്, സംതിങ് ഡിഫറൻറ്റ് കേട്ടോ, അങ്ങനെ ഇരിക്കപ്പെടും. മുമ്പേ പോകുന്ന ഗോകുലന്റെ പിൻപേ ഗമിക്കുമ്പോൾ ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ ആവരുത്. നമ്മൾ എൻ്റയർലി ഡിഫറൻറ്റ്. ഇഫ് ഇറ്റ് റെയിൻസ്, കീർത്തന, വില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പ്, ഐൻ്റെ വേണ്ടി ഐ വിൽ സ്ലീപ്പ് കേട്ടോ, ഐൻ്റെ വേണ്ടി വെക്കാം. ഐ വിൽ സ്ലീപ്പ്. ഓക്കെ 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 ഓക്കെ. അടുത്തത്, if you eat lot of, if you eat a lot of fast food, FAST, fast food, comma, if you eat a lot of fast food, comma, പിന്നെ dash. ഓക്കെ, ഇതും ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടുതരികയാണ്. ഓക്കെ, ഇഫ് യു ഈറ്റ്, നീ തിന്നുകയാണെങ്കിൽ, സിമ്പിൾ പ്രസന്റ്, അത് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ്, ധാരാളം ഫാസ്റ്റ് ഫുഡ് നീ കഴിക്കുകയാണെങ്കിൽ, ബാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച്. മറക്കരുത്, വില്ലോ, ഷാലോ, ക്യാനോ വന്നിരിക്കണം. അതല്ലാതെ നമ്മുടെ സംഗതി വരരുത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റേഷൻ ഉപയോഗിക്കേണ്ടത് കാരണം സിമ്പിൾ ഫീച്ചറാണ് വേണ്ടത്. So പറയുന്നത്, if you eat fast food, you will become
obesity. Okay. Suddenly, if you eat a lot of fast food, you will become sick. Okay. If you eat a lot of fast food, you will be unhealthy. Okay, Sanjo? If you eat a lot of fast food, you will weight gain. Okay. Sabrina? Gain weight. If you eat fast food, you can't eat no more. Okay, so that doesn't make sense. Very good. I think I'll give you again. Yes. If you eat a lot of fast food, you will become sick. Okay, Amina? Correct. Yes. If you eat lot of fast food, you will go to hospital every day, like you go. If you eat a lot of, I see that. Okay. Yes. About the other pretty card in the pictures, simple and very simple. Yes. Okay. In that, eat technique on the market begin. Add the sentence. Dash. Okay, Sanjay, very good. If you eat last food, I will not cook food. No food. Yes. Add the sentence on the market begin. Dash in the comma. I will buy BUY. I will buy it. I will buy it. Okay. Okay. ആദ്യത്തെ ഇപ്പൊ വെച്ച് വരുന്നത് പുതിയ അത് സിമ്പിൾ പ്രസന്റിനെ പാടുള്ളൂ കാരണം അവിടെ അത് വലിയ വന്നിട്ടുണ്ട്. ഐ വിൽ ബൈ ഇറ്റ്. ഞാൻ ഇത് വാങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്യും. ഇഫ് വെച്ച് സിമ്പിൾ പ്രസന്റ് ആയ ടെൻസില് ഇത് ഫില്ല് ചെയ്യും. ഇഫ് യു ഡോണ്ട് ബൈ ഐ വിൽ ബൈ. ഓക്കെ രാഖി? കറക്റ്റ് ആണ്. നീ വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ വാങ്ങും. യെസ്, കറക്റ്റ് ആണ്. If I have money, that's money. Okay. If I have money, baki another way. എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങും. If you have the necessity, okay, Sanjo, നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ, ഓക്കെ, അത് കറക്റ്റ് ആണ്. കുഴപ്പമില്ല. If you give money, okay, നീ പൈസ തരികയാണെങ്കിൽ കറക്റ്റ് ആണ്. If I want that, ഞാനത് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാനത് വാങ്ങും. ഓക്കെ. If I win lottery, okay. If I like that, if you desire, okay, Sanjo. If you want it, okay, so Sanjay, correct ആണ്. Yes. അപ്പൊ ശരിയാണ്. I will buy it. ഏരിയകളെല്ലാം കറക്റ്റ് ആണ്. If I like it, സഫീർ പറയും ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനത് വാങ്ങും. വേണമെങ്കിൽ നമുക്ക് പറയാം നീ വില കുറക്കുകയാണെങ്കിൽ, വില കുറക്കുക എന്നുള്ളതിന് ലോവർ. If you lower the price, നീ വില കുറക്കുകയാണെങ്കിൽ I will buy it.
if you pass the exam, I will wait. The പരീക്ഷ ജയിക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു. Yes. Okay. Very good. Yes, അപ്പൊ അദ്ദേഹം നോട്ടോടെ പറയാം. Dash, comma, I will take a taxi, TAXY. ഞാൻ ഒരു ടാക്സി വിളിക്കും. അതുകൊണ്ടു ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം, ഇഫ് ഉണ്ടാവും. If you come with me, okay, Ragi. If you come with me, or just name Ragi more മനസ്സിലാക്കാനുള്ള. നീ എന്റെ കൂടെ വരികയാണെങ്കിൽ I will call a taxi. If you give that, give present tense അല്ലേ, give past tense ആയി പോയി. If you call me, just that correct. നീ എന്നെ വിളിക്കുകയാണെങ്കിൽ I will call a taxi. ഞാൻ ടാക്സി വിളിക്കാം. ശരിയാണ്. If you will show me, yes. നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ടാക്സി വിളിക്കാം. വെരി ഗുഡ് സൗമ്യ. Yes, സൗമ്യ എപ്പോഴും നല്ല വെറൈറ്റി കണ്ടുപിടിച്ചിട്ട് വരുന്നതാണ്. Yes, okay. Yes. If you pay, അത് കൊള്ളാം. സഫീറ പറയുന്നു നീ കാശ് കൊടുക്കുമെങ്കിൽ ഞാൻ ടാക്സി വിളിക്കാം. Okay. If you pay, I will call a taxi. Okay. If you not drop me, നീ എന്നെ ഇറക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് തരുന്നില്ലെങ്കിൽ I will take a taxi. ഞാൻ എന്ത് ചെയ്യും? ടാക്സി വിളിക്കും. I will take a taxi. Yes. ഇനി നിങ്ങൾക്കൊക്കെ നല്ല കലാപരമായ ഹൃദയമുള്ള മനുഷ്യരാണ്ടത്. കാരണം ഓരോരുത്തരും നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് തെളിയിപ്പിക്കുന്നത്. യെസ്, ഓക്കെ. ഇനി ആർക്കെങ്കിലും? യെസ്. ഇഫ് യു ഷെയർ, ഓക്കെ സഫീറ കൊള്ളാം. പകുതി കാശ് നീ തരികയാണെങ്കിൽ ഞാൻ ടാക്സി വിളിക്കും. ഇഫ് യു ഷെയർ, നീയും ഒരു ഷെയർ തരികയാണെങ്കിൽ I will take a taxi. Very good. If you cooperate with me, okay, Chili, നീ ഞാനുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അതിന്റെ ഷെയർ തരികയാണെങ്കിൽ I will take taxi. ഞാൻ എന്ത് ചെയ്യാം? ടാക്സി വിളിച്ചത്. If you don't have a vehicle, okay, very good. നിന്റെ കയ്യിൽ വാഹനമില്ലെങ്കിൽ I will take a taxi. ഞാനൊരു ടാക്സി വിളിക്കാം. Yes. Last and final വാചകം പറയാം. If we play okay. If you meet me, okay, Gigi one. Correct. If we play well, comma, dash. നമ്മൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഓക്കെ സൗമ്യ, we will win. ഓക്കെ, പൂരിപ്പിച്ചോളൂ. We will win. We will go ahead. Okay, Jessica. We can achieve the prize. Okay, Shanju. We will reach our goal. Okay, Soumya. Goal is the one election of the leader. Okay. We will get the trophy. Okay, Senator. And what past tense get we will get selection. Go to past tense will you present. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടെൻസ് മുഴുവൻ പറഞ്ഞത് കേട്ടോ. We will get reward. Okay, Safira, correct. We will get a reward.
ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമാണ്. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ട്രോഫി ഓക്കെ സിദ്ദിഖ് കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് ക്ലോസ് നോക്കി, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കി. സിമ്പിൾ പ്രസന്റ് വരുമ്പോൾ അപ്പുറത്ത് സിമ്പിൾ പിക്ചർ വരാം. നമുക്ക് ഈ അടുത്ത ക്ലാസ്സിൽ ടെൻസ് നമുക്കൊന്ന് മാറ്റി പിടിക്കും. വേറൊരു ടെൻസ് കൊണ്ട് വരാം. ഇതേ സംഗതിയല്ല, പക്ഷെ ടെൻസ് ഒന്ന് മാറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആവാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യം എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്താൽ തന്നെ നമുക്ക് പറയാം ഓക്കെ ശരീര കറക്റ്റ് ആണ്. സാർ എനിക്ക് ജോലി തരികയാണെങ്കിൽ ഞാൻ സാറിനോട് നന്ദിയുള്ളവനായിരിക്കും. അല്ല, ഇഫ് യു ഗിവ് മീ ദ എംപ്ലോയ്മെന്റ് ഓർ ഇഫ് യു അപ്പോയിന്റ് മീ, ജോലിക്ക് നിയമിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു. അത് അങ്ങനെ തന്നെ വരും. അത് മാറി വന്നു കഴിഞ്ഞാൽ തെറ്റല്ല. യെസ്, വില്ല് തന്നെ വേണം. യെസ്, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതൊക്കെ പ്രയോഗിച്ച് നമ്മൾ പറയുമ്പോൾ ആയിരിക്കും നമുക്ക് അറിയാവുന്ന ആള് തന്നെയാണ് കറക്റ്റ് ആയിട്ടൊക്കെയാണ് പറയുന്നത് എന്നവരിലേക്ക് ഒരു തെറ്റിദ്ധാരണയും പറട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, വെരി ഗുഡ്. Thank you, sir. ഓക്കെ സനില. കീർത്തന